പെട്ടെന്നുള്ള പ്ലാനായിരുന്നു നാട്ടിലൊന്ന് പോകാൻ. ആനുകൂല്യമൊന്നും എടുക്കാനുള്ള സമയമായിട്ടില്ല. വൈഫിന് ജോലി സംബന്ധമായി വിദേശത്തേക്ക് പോകേണ്ടി വന്നതിനാൽ ഫാമിലി റെസ്പോൺസിബിലിറ്റി ലീവിന് അപ്ലൈ ചെയ്ത് 10 ദിവസത്തേക്കായി മാത്രം പോകുന്നതാണ്. ശരിക്കും ഫാമിലിയെ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ. സാഹചര്യം ഒത്തുവരാതിരുന്നുകൊണ്ട് പോകാതെ പിടിച്ചു നിന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ കാണുന്നതും അതുതന്നെയാണ്. മാലദ്വീപ്സിലെ ഒരു ഐലൻഡിൽ നിന്ന് നാട്ടിലേക്ക് 2 ദിവസം നീണ്ടു നിൽക്കുന്ന കരയിലും വെള്ളത്തിലും ആകാശത്തിലും കൂടിയുള്ളൊരു യാത്ര. ഏകദേശം 5 മണിക്കൂറോളം യാത്ര ചെയ്ത് വേണം നമുക്കിന്ന് മാലദ്വീപ്സിലെ ക്യാപിറ്റൽ സിറ്റിയായ മാലിയിലെത്താൻ. ഇവിടുന്ന് ഫ്ലൈറ്റിന് പോകാനും പറ്റും, പക്ഷേ കമ്പാരിറ്റീവ്ലി ലോഞ്ചിന് എക്സ്പെൻസ് കുറവാണ്. ആനുവൽ ലീവ് അല്ലാത്തതിനാൽ ഈ പോകുന്ന പൈസ മിനിസ്ട്രി റീഫണ്ടായി തിരിച്ചു തരില്ലാത്തത് കൊണ്ട് തന്നെ യാത്രയ്ക്കായി ലോഞ്ച് തിരഞ്ഞെടുക്കാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഐലൻഡിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങുന്നത് ഈ ലോഞ്ചിലാണ് കേട്ടോ. കാലാവസ്ഥ മോശമായിട്ടുള്ള സമയത്ത് ലോഞ്ചിൽ പോകുന്നത് ഇച്ചിരി പാടുപിടിച്ച പണിയാണ്. ഒന്നാമത്തെ കാര്യം, ഇതിനകത്തിരിക്കുമ്പോൾ ഇപ്പം മറിഞ്ഞ് വെള്ളത്തിൽ വീഴുമോ എന്നോർത്ത് പേടിയാകും. നമ്മൾ പേടിച്ച് കണ്ണു തള്ളി അടുത്തിരിക്കുന്ന ലോക്കൽസിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ അവർ മിഥുനത്തിൽ ഇന്നസെൻ്റ് നോക്കുമ്പോൾ ഇതൊക്കെ എന്തെന്ന മട്ടിൽ നിൽപ്പുണ്ടാകും. എന്തായാലും മരിക്കും. പിന്നെ പേടിച്ചിട്ട് എന്തിനാ എന്നോർത്താണോ അതോ ഇനി മറയില്ല എന്നുറപ്പിലാണോ അവരുടെ ഇരിപ്പെന്ന സംശയം മാത്രമേ ബാക്കിയുള്ളൂ. രണ്ടാമത്തെ കാര്യം, സീ റഫ് ആണെങ്കിൽ നല്ല തിരയുണ്ടാകും. അതിൽ ചാടി ചാടി ലോഞ്ച് അങ്ങ് ചെല്ലുമ്പോഴേക്കും നടുവിന് നട്ടും പോട്ടൊക്കെ ഇളകി ഒരു പരുവമായിട്ടുണ്ടാകും. ഇന്നെന്തായാലും ഇവിടെ കാമാണ്. മഴയോ കാറ്റൊന്നും കുറച്ച് ദിവസങ്ങളായി ഇല്ലാത്തതുകൊണ്ട് അങ്ങ് ചെല്ലുന്നത് വരെ ഇങ്ങനെ തന്നെയാകുമെന്ന പ്രതീക്ഷയിലാണ് ഞാനും. ഏകദേശം 35 പേരോളം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ലോഞ്ചാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് സീറ്റ് ഫുള്ളായില്ലെങ്കിലും പോകുന്ന വഴി ഇനിയും കുറേ ഐലൻഡുകൾ നിർത്തി ആളെ കയറ്റി വയ്ക്കുകയാണ് പോകുന്നത്. അപ്പോഴേക്കും എന്തായാലും സീറ്റൊക്കെ ഫുള്ളാകും. നമ്മൾ രാവിലെ 10:45 കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. 4 മണിയോടുകൂടി മാലിയിലെത്തുമെന്നാണ് പ്രതീക്ഷ. ബോട്ട് പതുക്കെ നീങ്ങി തുടങ്ങി. എന്നെ യാത്രയാക്കാൻ വന്നവർ പിരിഞ്ഞു പോകുന്നത് പുറകിലെ പ്ലാസ്റ്റിക് ഷീറ്റിലൂടെ മങ്ങിയ കാഴ്ചയായി. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഐലൻഡിൽ എത്തിയിട്ടോ. ഇങ്ങനെയാണ് ഓരോ ഐലൻഡിലേക്ക് കയറുന്നത്. ഓരോ ഐലൻഡിലും കയറി ആളുകളെ കയറ്റുകയും ഇറക്കുകയൊക്കെ ചെയ്താണ് പോകുന്നത്. നമ്മൾ നാട്ടിൽ ബസ്സിലൊക്കെ ഓരോ സ്റ്റോപ്പിൽ നിർത്തി പോകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ പോകുന്ന വഴിയിലുള്ള എല്ലാ ഐലൻഡിലും നിർത്തില്ല. ഇത് ശരിക്കും ഒരു അറ്റോളിലേക്ക് മാലിയിൽ നിന്ന് വരുന്ന ലോഞ്ചാണ്. അറ്റോൾ എന്ന് വെച്ചാൽ ഒരു കൂട്ടം ഐലൻഡുകൾ ചേർന്നതിനാണ് പറയുന്നത്. 10-15 ഐലൻഡുകളായിരിക്കും ഒരു അറ്റോളിൽ ഉണ്ടാകുക. അങ്ങനെ ഒരു അറ്റോളിലുള്ള എല്ലാ ഐലൻഡിലും കയറി നേരെ മാലിക്ക് പോകും. പതിവ് പോലെ ഇവിടെയും കുറച്ച് ആളുകൾ കാണും കയറാനും ഇറങ്ങാനും ഒക്കെ. ഫ്ലൈറ്റിനേക്കാൾ കൂടുതലായ ആളുകൾ മാലിക്ക് പോകാൻ ഉപയോഗിക്കുന്നത് ലോഞ്ച് തന്നെയാണ് കേട്ടോ. എക്സ്പെൻസ് കുറവാണെന്നാണ് കാര്യം. കുറവെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഐലൻഡിൽ നിന്ന് മാലി വരെ ഏകദേശം 5000 രൂപയാണ് ഒരാൾക്കാകുന്നത്. ഫ്ലൈറ്റ് ആകുമ്പോൾ അത് 10,000-ന് മുകളിലാകും. ലോഞ്ച് പതിയെ കരയോടെ അടുപ്പിച്ചു കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് അധികം ആൾക്കാർ കയറാനും ഇറങ്ങാനും ഉണ്ട്. നമ്മളിനി അടുത്ത ഐലൻഡിലേക്ക്. ഇത് കണ്ടോ, പോകുന്ന വഴി ആൾതാമസമില്ലാത്ത ഒരുപാട് ഐലൻഡുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ശരിക്കും ഈ മാലദ്വീപ്സ് എന്ന് പേര് വന്നതിനൊരു കഥ കൂടിയുണ്ട്. ഇതുപോലെ മാല പോലെ ഐലൻഡുകൾ കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പേര് വന്നതെന്ന് നിങ്ങളുടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. പോകുന്ന വഴി ഇതുപോലെ റിസോർട്ടുകൾ മാത്രമായിട്ടുള്ള ഐലൻഡുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മാലദ്വീപ്സ് പോലുള്ള ഒരു കൊച്ചു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗം ഇതുപോലുള്ള റിസോർട്ടുകളും ടൂറിസവും ഒക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് പോകുന്ന വഴി ഒരുപാട് ഇതുപോലുള്ള ഐലൻഡുകളും ഇതുപോലുള്ള റിസോർട്ടുകളൊക്കെ കാണാൻ പറ്റും.
പോകുന്ന വഴി ഇടയ്ക്കുള്ള ഒരു ഐലൻഡ് നിർത്തി. ഇവിടെ നിന്നാണ് പെട്രോൾ അടിക്കുന്നത്. ഇവിടെ കുറേ സമയം ഹോൾട്ട് ഉണ്ട്. ആവശ്യക്കാർക്ക് ഇവിടെ ഇറങ്ങാം, സിഗരറ്റ് വലിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ ഇറങ്ങാം. ഞാൻ പുറത്തുനിന്ന് ഇറങ്ങി, പുറത്തൊരു കാഴ്ച ഞാൻ കണ്ടു കേട്ടോ. അന്നേരം അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഈ കാണുന്ന ഒരു ബോട്ട് യാർഡാണ്. ഇതല്ലാട്ടോ പക്ഷേ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ കാഴ്ച. ഇത് സാധാരണ എല്ലാ ഐലൻഡിലും കാണുന്നതാണ്. ഒരു ബോട്ട് യാർഡ് മിക്കവാറും എല്ലാ ഐലൻഡിലും ഉണ്ടാവും. നമുക്ക് കുറച്ചുകൂടി മുമ്പോട്ട് നടക്കാം. ഞാൻ ബോട്ടിൽ ഇരുന്നപ്പോൾ കണ്ടതാണ്, കറുത്ത തുണി കൊണ്ട് ഇവിടെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു ഷാർക്കിനെയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈദിനോടനുബന്ധിച്ച് വല്ലതും ഉണ്ടാക്കിയതായിരിക്കും. കാരണം ഈദിനോടനുബന്ധിച്ച് ഐലൻഡിലുള്ള ആളുകൾക്ക് ഇതുപോലുള്ള കുറേ ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ കറങ്ങി നടന്നപ്പോഴേക്ക് പെട്രോൾ അടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഏറ്റവും അവസാനത്തെ ഒരു ഐലൻഡാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് ആളെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ മാലി ചെന്നിട്ട് വണ്ടി നിർത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പതിയെ ഇരുന്നൊന്ന് മയങ്ങി. ആരോ തട്ടി വിളിക്കുന്നതാലോ തോന്നിയിട്ടാട്ടോ എഴുന്നേറ്റത്. അന്നേരം എന്തേ ബിസ്ക്കറ്റും ജ്യൂസൊക്കെ ആയിട്ട് ആൾ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അതായത് നമ്മൾ ഒരു 5 മണിക്കൂറോളം യാത്ര ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ യാത്രയുടെ ഇടയിൽ കിട്ടുന്നതാണിത്. ഒരു കോക്ടെയിൽ ജ്യൂസും ഒരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റും ഉണ്ട് കിട്ടിയത്. നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ഞാനത് അപ്പം തന്നെ കഴിച്ചു. കാരണം സമയം ഇപ്പോൾ 2 മണിയായിട്ടോ. നമ്മൾ ഏകദേശം 10:45 ഇറങ്ങിയതാണ് അവിടുന്ന്. ഇപ്പോൾ ഏകദേശം 2 മണിയായി. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മാലി സിറ്റിയിലെത്തി. സാധാരണ ഇതിലും കൂടുതൽ സമയം എടുക്കുന്നതാണ്. ഇന്ന് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. ആളുകളൊക്കെ ഓരോരുത്തരെ ഇറങ്ങി തുടങ്ങി. ഞാനിനി ഇന്ന് നാട്ടിലേക്ക് പോകില്ല കേട്ടോ. എനിക്ക് നാളെയാണ് ഫ്ലൈറ്റ്. ഇന്നിവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം നാളെ നാട്ടിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഐലൻഡുകളിൽ ജോലി ചെയ്യുന്നവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അത് തന്നെയാണ് കേട്ടോ. നമുക്ക് ഐലൻഡിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാലിയിൽ വന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നാട്ടിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ വരുന്ന ദിവസം തന്നെ അന്ന് തന്നെ ഫ്ലൈറ്റ് കിട്ടില്ല. നമ്മൾ ഈവനിങ് സമയത്താണല്ലോ മാലിയിൽ എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നാട്ടിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് സാധാരണ പോരുന്നത്. മാലി എത്തി, പക്ഷേ ഇവിടെ നല്ല മഴയാട്ടോ. ഒരു രക്ഷയില്ല, കുട എടുത്തില്ല ഞാൻ. എനിക്കാണെങ്കിൽ ആദ്യം മിനിസ്ട്രിയിൽ ഒന്ന് പോകണം. എൻ്റെ പാസ്പോർട്ട് അവിടെ കൊടുത്തേക്കുവാണ്. പാസ്പോർട്ട് മേടിച്ചിട്ട് വേണം എനിക്ക് റൂമിലേക്ക് പോകാനായിട്ട്. ഞാൻ ആക്ച്വലി മാലിയിലല്ലാണ്ട് നിൽക്കുന്നത്, വേറെ ഐലൻഡിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് നാളെ നാട്ടിലേക്ക് പോകുള്ളൂ. അപ്പോൾ എനിക്ക് ആദ്യം മിനിസ്ട്രി പോയി പാസ്പോർട്ട് വാങ്ങാനുണ്ട്. അപ്പോൾ നേരെ ഇവിടെ നിന്ന് മിനിസ്ട്രിയിലേക്ക് പോകണം. അതിന് നമ്മുടെ ലോഞ്ചിൽ നിന്ന് എൻ്റെ ലഗേജൊന്നും ഇറക്കിയിട്ടില്ല കേട്ടോ. എല്ലാവരും ലഗേജൊക്കെ ഇറക്കുന്നുള്ളൂ. അപ്പോൾ ലഗേജെല്ലാം കിട്ടിയതിന് ശേഷം നേരെ നമ്മൾ മിനിസ്ട്രിയിൽ പോകും. മിനിസ്ട്രിയിൽ പോയിട്ട് അവിടുന്ന് നേരെ ഫെറിയിലേക്ക്, ജെട്ടിയിലേക്ക് പോകും ഫെറി പിടിക്കാനായിട്ട്. ഐലൻഡിൽ നിന്ന് വരുന്ന ലോഞ്ചുകളെല്ലാം വരുന്നത് ഈ ഏരിയയിലാണ് കേട്ടോ. എല്ലാ ഐലൻഡിൽ നിന്ന് വരുന്ന ലോഞ്ചുകളെല്ലാം ഇവിടെ വരുന്നത്. എനിക്ക് കുറേ കാണാൻ പറ്റും. നിരന്ന് കിടക്കുന്നത് കാണാം ഒരുപാട് ലോഞ്ചുകൾ. ഇതിങ്ങനെ അങ്ങേയറ്റം വരെ ഒത്തിരി ദൂരമുണ്ട് കേട്ടോ. ഈ സൈഡിൽ നിന്നും അപ്പുറ സൈഡിലും ഈ സൈഡിലും അതെ. ഈ സൈഡിൽ കുറേ അങ്ങോട്ട് അങ്ങേയറ്റം വരെ. ഇത് മൊത്തം ഓരോ ഐലൻഡുകളിൽ നിന്ന് വരുന്ന ലോഞ്ചുകളാണ് കേട്ടോ. അതുപോലെ ആളുകൾ മാലിയിലേക്ക് വരുന്നതാണ്. ഇതാണ് മാലി സിറ്റിയിൽ നമ്മൾ വന്നിറങ്ങുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇനി എൻ്റെ ലഗേജ് എടുത്തിട്ട് മിനിസ്ട്രിയിൽ പോയി ഇറങ്ങിയതിന് ശേഷം കാണാം കേട്ടോ. അതിനിടയ്ക്ക് ഇവിടെ ടാക്സി പിടിക്കണം. ടാക്സി ഇപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. കാരണം മഴയത്ത് ടാക്സി, നോർമലി ഇവിടെ ടാക്സി കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇപ്പം മഴയും കൂടെയാണ്. മഴയത്ത് എങ്ങനെയാണ് ടാക്സി കിട്ടില്ലെന്നൊന്നും അറിയില്ല. നോക്കാൻ എന്തായാലും കിട്ടിയിട്ടോ. ലഗേജൊക്കെ ആയിട്ട് ഞാൻ റോഡിൻ്റെ ഇപ്പുറ സൈഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്കൊരു ടാക്സി പിടിക്കുന്നത്. ടാക്സി കിട്ടുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ പാട്. കുറേ വണ്ടികൾ വരുന്നുണ്ട്, പക്ഷേ ഇവിടെ ടാക്സി കിട്ടാൻ ഭയങ്കര കാര്യം. ഇവിടെയാണ് എല്ലാ ലോഞ്ചുകളും വരുന്നതെങ്കിലും ടാക്സിക്കാരൊന്നും ഇവിടെ നിർത്താറില്ല കേട്ടോ. യൂഷ്വലി ഭയങ്കര പാടാണ്. ഇവിടെ പോകുന്ന ടാക്സികളെല്ലാം തന്നെ ഫുള്ളായിരിക്കും. ഒത്തിരി നേരം സാധാരണ വരുമ്പോൾ ഒത്തിരി നേരം നിന്നാലാണ് ടാക്സി സാധാരണ കിട്ടാറ്. എനിവേ ഇന്ന് എന്തായാലും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ടാക്സിക്കാരന് കൈ കാണിച്ചു, പക്ഷേ അവൻ വേറെ എങ്ങോട്ടും പോകുന്നുണ്ട്. ഈ വരുന്ന ബോർഡ് വെച്ച് ടാക്സികളുണ്ടോ, അതിൽ റെഡ് കളറിലുള്ളത് ആളുണ്ടെന്നും ഗ്രീൻ കളറിലുള്ള ആളില്ലാന്ന് തോന്നുന്നു നോർമലി. പക്ഷേ ഗ്രീൻ കളറിലുള്ള ആൾക്കാരും നിർത്താറില്ല. അപ്പോൾ സാധാരണ
ആരും നിർത്തുന്നില്ല, അവർ പോവുകയാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാൻ കൈസ്, നോക്കട്ടെ എന്തെങ്കിലും ടാക്സി കിട്ടുമെന്ന് നടക്കട്ടെ. കുറേ നേരമായി കൈസ് നോക്കാൻ തുടങ്ങിയിട്ട് ഇതൊരു ടാക്സി ഒന്നും വന്നില്ല. എല്ലാ ടാക്സിയും കൈ കാണിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അത്യാവശ്യമായിട്ട് നമുക്ക് പോകാനുള്ളതല്ല, അവിടെ ഒരു ചേട്ടൻ നിർത്തിയിട്ടുണ്ട്. Ministry of Health. Sorry? You are going to? Phase 2. Sir, can you drop me there? Ministry of Health? Okay, one. Health, awesome. Is it okay? So please open the trunk. Guys, രക്ഷപ്പെട്ടു. അവർ പുള്ളി തന്നെ അവിടെ ആക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ലഗേജ് കയറ്റട്ടെ കേട്ടോ. ലഗേജ് ഒത്തിരി ഒന്നുമില്ല, 2 ബാഗേ ഉള്ളൂ. ഒന്ന് ഡിക്കിയിലേക്ക് കയറ്റട്ടെ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. അങ്ങനെ കയറി കഴിച്ചു നമ്മളങ്ങനെ ടാക്സി കയറിക്കൊണ്ട് ടാക്സി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്ക് കേട്ടോ. എന്നിട്ട് അവിടെ ചെന്നിട്ട് പാസ്പോർട്ട് കളക്ട് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അവിടെ നമുക്ക് പിന്നെ പോകാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വില്യങ്കിളി ജെട്ടിയിലേക്കാണ്. വില്യങ്കിളി എന്ന് പറഞ്ഞൊരു ഐലൻഡിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ട്, അപ്പോൾ അവിടെ പോയി സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നേരെ മിനിസ്ട്രിയിൽ നിന്ന് നേരെ ജെട്ടിയിലേക്ക് പോകും. അപ്പോൾ ആദ്യം ഞാൻ പാസ്പോർട്ട് കളക്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇനി ഞാൻ താമസിക്കാൻ പോകുന്ന ഐലൻഡിലെ കാഴ്ചകളും നാട്ടിലേക്കുള്ള യാത്രയും അടുത്ത വീഡിയോയിൽ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.